ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനാവാതെ പോലീസ്. പരാതിക്ക് പിന്നാലെ അതിവിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തത് യാത്ര ചെയ്തെന്നാണ് സംശയം. വ്യാഴാഴ്ച പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്നാണ് നിഗമനം. ഈ കാർ സിനിമാ താരത്തിന്റേതെന്നാണെന്നും സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVR ൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. CVNമോദിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ്. പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ. 9 ഇടങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഇതിനോടകം സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് നഗരപ്രദേശങ്ങളും അതുപോലെ MLA ഓഫീസിൻ്റെ പരിസരങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം രാഹുലിൻ്റെ സ്റ്റാഫുകളെയും വിശദമായി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. രാഹുലിൻ്റെ ഡ്രൈവറായിട്ടുള്ള ആൽവിൻ, സ്റ്റാഫ് അംഗമായിട്ടുള്ള ഫസൽ എന്നിവരെയാണ് SIT ചോദ്യം ചെയ്തത്. രാഹുൽ എവിടേക്ക് പോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ അതിവിദഗ്ധമായി പാലക്കാട് നിന്ന് മുങ്ങി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. CCTV ക്യാമറകൾ അധികമില്ലാത്ത റോഡാണ് രാഹുൽ ഇതിനായി തിരഞ്ഞെടുത്തതെന്നും കരുതുന്നുണ്ട്. ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പോയത് എന്നൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന സംശയവും ഉണ്ട്. എന്നാണെങ്കിലും ദിവസം ഇത്രയായിട്ടും രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കുരുക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVR ൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ DVRും SIT കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർടേക്കറെ സ്വാധീനിച്ചിട്ടാകാം ഇത്തരത്തിലൊരു നടപടി ചെയ്തത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കെയർടേക്കറെയും SIT സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. പാലക്കാടും മലപ്പുറവും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി നടക്കുന്നത് എന്ന ഒരു ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും രാഹുലിൻ്റെ എവിടെയാണെന്ന കാര്യത്തിൽ ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ആരോപണത്തിന് ശക്തി കൂടുകയാണ്. എന്നാണെങ്കിലും രാഹുൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളും രാഹുലിനെ സഹായിക്കാൻ സാധ്യതയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. CV അനുമോദ്, ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിൽ ഇരയുടെ ഐഡന്റിറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്ത് പോലീസ്. വിവാദ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് അല്പസമയത്തിനകമാണ് കോടതിയിൽ ഹാജരാക്കുക. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, രാഹുലിന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പല ദൃശ്യങ്ങളും അയാൾ പ്രചരിപ്പിക്കാൻ കൂട്ടുന്നത്, പല വിവരങ്ങളും പുറത്തുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിനെതിരെയുള്ള തെളിവായി ആ ലാപ്ടോപ്പ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. എത്രമാത്രം സാഹചര്യമുണ്ട് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പരാതി നൽകിയിരിക്കുന്ന ഇരയുടെ ചിത്രങ്ങളും അതോടൊപ്പം അവരുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഈ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു ഗ്രൂപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിയിലാണ് രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ 5 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരമാണ് രാഹുൽ ഈശ്വറിനെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഞങ്ങളിപ്പോഴുള്ള പൗടിക്കോണത്തുള്ള രാഹുൽ ഈശ്വറിന്റെ വസതിയിലേക്ക് പരിശോധനയുടെ ഭാഗമായി സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇവിടെ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട പരിശോധനകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറുമായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നിന്ന് ഈ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാഹുൽ തന്നെ ഇന്നലെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ തൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അത് താനൊന്ന് മാറ്റി വെക്കട്ടെ എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലെ സന്ദേശമാണ് രാഹുൽ ഇപ്പോൾ കുരുക്കായിരിക്കുന്നത്. അങ്ങനെ രാഹുൽ തന്നെ ആ വീഡിയോ ലാപ്ടോപ്പ്
ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത്. ആദ്യം ഇത് പട്ടത്തൊരു സ്ഥലത്താണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ലാപ്ടോപ്പ് ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു. എന്തായാലും അതടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തിറക്കിയാൽ ഉടൻ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് വിവരം. അതിനുശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് കയറി വന്നപ്പോഴും അതിനുശേഷം പലപ്പോഴായി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുലിനെതിരെ വീഡിയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശിച്ചത്. പക്ഷേ താൻ രാഹുലിന് അനുകൂലമായി വീഡിയോ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ പരിശോധനകൾ പൂർത്തിയാക്കി ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപക്ഷെ വീണ്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ ഈശ്വർ പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് തന്റെ പോക്കറ്റിൽ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം. രാഹുൽ ഇനി കോൺഗ്രസുകാരനല്ലെന്ന് കെ മുരളീധരൻ. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ശരിയായ നടപടിയെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. രാജ്മോഹൻ ഉണ്ണത്താനെയും VD സതീശനെയും വിമർശിക്കുന്നവർ കോൺഗ്രസുകാരല്ല, അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടെന്നും കെ മുരളീധരൻ. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കാനില്ലെന്ന് VT ബൽറാം. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ നിയമ പോരാട്ടം നടത്തുന്നവർക്കൊപ്പമാണ്. സൈബർ ആക്രമണം നടത്തുന്നവർ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിങ്ങിൽ ഉള്ളവർ അല്ലെന്നും VT ബൽറാം. കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നത് പോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. അല്ല, ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തുനിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സഹായമില്ലെങ്കിൽ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. സംരക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ലപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയാണ് വരുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഖാക്കൾക്കോ ഇതിനുമായിട്ട് മാത്രമല്ല, അതിജീവക്കെതിരായിട്ട് മാത്രമല്ല, എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരു ഗുണ്ടാ പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ.